സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടുള്ള പ്രിയദർശിനി പദ്ധതി ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ജില്ലയിലെ യാത്രാ ക്ലേശങ്ങൾക്കടക്കം ഒരു പരിധിവരെ അതൊരു പരിഹാരമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള അങ്ങ് ഇവിടെയുള്ളപ്പോൾ അങ്ങയുടെ അസാന്നിധ്യം അവിടെ ഒരു കുഴപ്പമില്ല. അതങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധപ്പെട്ട് നിന്നോട്ടെ. ഞാൻ തന്നെ എല്ലായിടത്തും വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല. അതായത് MLA മാർ മാത്രം മതി. ആചാരി നമ്പറൊന്നും ഇറക്കിയിട്ട് നിങ്ങൾ ആ പദ്ധതിയുടെ എന്നോട് ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഇങ്ങനെ കാസർഗോഡിൻ്റെ ചുമതലയാണ്. പ്രിയദർശിനിൻ്റെ ഉദ്ഘാടനത്തിൽ എൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന എല്ലാ കുഴപ്പവും ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് പരിഹരിക്കുന്നതായിരിക്കും. ഒരു കുഴപ്പമില്ല. പങ്കെടുത്ത ഒരു സംഭവം അതിനെതിരെ വിമർശനം UDF-ഉം LDF-ഉം ഒക്കെ നടത്തുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ കടന്നുകയറ്റം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്? ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല കടന്നുകയറ്റം എന്നുള്ള മാത്രമല്ല, വളരെ ആസൂത്രിതമായിട്ട് നമ്മൾക്കിടയിലൊക്കെ അത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളുടെ ശ്രമം നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. ആ ചർച്ചകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നിലപാടുകൾ അതിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളതിങ്ങനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നടപടികൾ എടുക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ നടപടികൾ എടുക്കും. അതൊരു സ്പെസിഫിക് ആയിട്ടൊരു ഒരു വിഷയം പറഞ്ഞിട്ട് ഏറ്റവും ഭീകരമായ പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പിന്നെ നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ചകളെ വഴിതിരിച്ചു പോകേണ്ട വിഷയം എന്നുള്ള നിലക്കല്ല, മറിച്ച് കേരളത്തിൻ്റെ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ, ഒരു സെക്കുലർ ഫാബ്രിക്കിനെ അപകടപ്പെടുത്താത്ത വിധത്തിൽ കേരളത്തിൽ എൻ്റെ രാഷ്ട്രീയവും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും എല്ലാ മേഖലയും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾക്കുണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് വളരെ വ്യതിരിക്തമായിട്ടുള്ള നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റും അവരുടെ ആശയവും അവരുടെ ഐഡിയോളജിയും അതിന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കേരളവും തമ്മിൽ ആശയപരമായ സംഘടനകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ സംഘടനകൾ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ പറയാതിരിക്കുന്നുണ്ടോ, ഞങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുന്നുണ്ടോ എന്ന് വരുമ്പോൾ മാത്രമേ അത് പറയേണ്ടതുള്ളൂ. എല്ലാ സമയത്തും ഇങ്ങനെ നമ്മളുടെ ഈ പത്രസമ്മേളനങ്ങളിലെ നിരന്തര ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നിരോധിക്കപ്പെടാത്ത സംഘടനകൾ ചെയ്യുന്നതൊക്കെ നേരാണെന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെൻ്റെ മുമ്പിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ നിരോധിക്കപ്പെടാത്തൊരു സംഘടനയുടെ, നിരോധിക്കപ്പെടാത്തൊരു മുന്നണിയുടെ ഔദ്യോഗികമായൊരു മന്ത്രി എന്നുള്ള നിൽക്കുന്നത്. ആ ചോദ്യത്തിൽ ആ ഉത്തരത്തിൽ തന്നെ ചില ഒളിച്ചുകളികളുണ്ട്. നിരോധിക്കപ്പെടാത്തത് കൊണ്ട് എല്ലാ സംഘടനകളും ശരിയാണ് എന്ന് ഇന്ത്യയിൽ പറയാൻ കഴിയില്ല. അതൊരു പ്രോസസ്സ് മാത്രമാണ് നിരോധിക്കുക, അംഗീകാരം കൊടുക്കുക എന്നൊക്കെ പറയണത്. അതുകൊണ്ട് അതൊരു റെലവൻ്റേ അല്ല. ഞാനിപ്പോൾ അതിൽ അഭിപ്രായം പറയണില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇപ്പോൾ അഭിപ്രായം പറയണില്ല. കാര്യം അതിൽ കേരളത്തിലെ അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആരാ പറഞ്ഞത് തെറ്റല്ല എന്ന്? ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആശയ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോമൺ പോളിസി എന്ന് പറയുന്നത്. ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഈ മൈക്കുമായിട്ട് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ വന്നത് കാസർഗോഡുമായി ബന്ധപ്പെട്ട കാസർഗോഡിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിൽക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു വെച്ചിട്ട് എല്ലാത്തിനെയും വിശദീകരിച്ച് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ പറയാം, അന്ന് പറയട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ വന്നത് അതിനാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നതിൻ്റെ പ്രയോറിറ്റിയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി ഒരു ജില്ലയുടെ ചാർജ് ഏറ്റെടുക്കും, അവിടുത്തെ ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടാണ് വേണ്ടതെന്നാണ്. എന്നോട് ചോദിക്കാവുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്, ഞാനിവിടെ ഉണ്ടാവും. അത്രേ ഉദ്ദേശിച്ചുള്ളൂ അതിനകത്ത്. എല്ലാത്തിനും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സാധനം എൻ്റെ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ട് ഈ വന്ന ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം മാറിപ്പോരുന്നു മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ശാശ്വതമായിട്ടൊരു പരിഹാരം ഇല്ല. കാസർഗോഡിന്റെ വടക്കൻ മേഖലയാണ് പ്രത്യേകിച്ച് അങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, കാസർഗോഡിൽ നമ്മൾ പരിഗണിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ 2-3 കാര്യങ്ങളൊന്ന് വിദ്യാഭ്യാസമാണ്. ആരോഗ്യം പോലെ തന്നെ വിദ്യാഭ്യാസമാണ്. മറ്റത് ഞാൻ പറഞ്ഞു, ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അത് വേറെ കാര്യമാണ്. ഏറ്റവും പരിഗണനയിൽ വരേണ്ടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം. നമ്മുടെ കുട്ടികൾ ആകെ കാസർഗോഡുകാർ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ അന്യ സ്റ്റേറ്റ് ആവാം, പക്ഷേ അവർ രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ അവരുടെ മക്കൾ ബുദ്ധിമുട്ടാതെ പോകുന്നത് കർണാടകയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അതിനെ ഇങ്ങനെ ഇകഴ്ത്തി കണ്ടിട്ടൊന്നും കാര്യമില്ല. നമ്മളതിന് നമ്മളുടെ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലക്ക് ആ വിഷയത്തിൽ പ്രഥമ പരിഗണന തരും. ഇത് ഞാൻ മറ്റൊരു ജില്ലയിലും പോയി പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ചാർജ് എടുത്തിട്ട് സമയമാവുന്നേ ഉള്ളൂ. നിങ്ങൾ കാത്തിരിക്കുക, തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. അല്ല, അതിൻ്റെ സമയമുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യം. ഞങ്ങൾ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലുള്ളത്.
അല്ല തീർച്ചയായിട്ടും അല്ല, ആ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കും നമ്മൾ, ഒരു സംശയമില്ല. അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മൾ, ഒരു രക്ഷയില്ല അതിനകത്ത്. അത് നിങ്ങൾ സർക്കാരിൻ്റെ വീഴ്ചയാണെന്നോ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കലേ നിവൃത്തിയുള്ളൂ. ഞാൻ പറയുന്നത് അത് പരിഹരിക്കും, ഞങ്ങളുടെ ഒരു കാലയളവിൽ അധികം വൈകാതെ ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.